അപ്പോൾ ഇങ്ങനെ വിടാതെ നമ്മുടെ സഭയിലെ ഏറ്റവും ബന്ധപ്പെട്ട ആളോടെയാണ് ഈ പറഞ്ഞത് പറഞ്ഞത്. സാറിനോട് ഞാൻ കാര്യം പറയാം. സാറിന് കിട്ടാവുന്നതെല്ലാം കിട്ടി സർവീസിന്. ഇനി നമ്മുടെ ആൾക്കാർക്ക് ആരും ഒരാൾ രാഷ്ട്രീയ രംഗത്തുണ്ടെങ്കിലേ രക്ഷയുള്ളൂ. അത് സാറിനല്ല വേറെ ആർക്കും കഴിയില്ല. ഞാനത് പറയാതെ ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. അങ്ങനെ പിന്നെ ഞാൻ IAS സബ്സിഡി മേടിച്ച ആളാണ്. ഒരുപാട് പോസ്റ്റുകളിരുന്ന എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന ആളാണ്. ഞാനതിനുവേണ്ടി എൻ്റെ മുമ്പിൽ വന്ന എല്ലാ പ്രശ്നങ്ങളും കൂലങ്കഷമായിട്ട് പഠിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പോകുന്നതിന് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന US ആളായിരുന്ന ഇതൊക്കെ തീർച്ചയായിട്ടും എനിക്കറിയാം. ഞാനൊരു നാട്ടിൽ ഇടുക്കി ആ പ്രത്യേക സീറ്റിൽ തുടർച്ചയായിട്ട് ജയിച്ചിട്ട് പോയത് UDF സ്ഥാനാർത്ഥി. ആളുടെ ഭൂരിപക്ഷം 12,000-13,000 12,000. അപ്പോൾ അതിൽ പകുതി ഒരു 7,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ ജയിക്കും. അതാണ് എൻ്റെ കാര്യം. ഇപ്പോഴത്തെ MM മണിയാണ് ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടറിയാണ്. എറണാകുളത്ത് എറണാകുളത്തെ ജില്ലാ സെക്രട്ടറി. ഞങ്ങൾ 3 പേരും കൂടെ എറണാകുളത്ത് ഒരു സ്ഥലത്ത് കൂലങ്കഷ ഈ അതിൽ കിട്ടിയ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ പരിശോധിച്ചു. ഞാൻ അതിൻ്റെ ടെൻറ്റേറ്റീവായിട്ട് വീട്ടിൽ വന്നപ്പോൾ പിള്ളേർ അതിന് സമ്മതിക്കുന്നത് ബൈബിൾ സമ്മതിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ വേണ്ട എന്ന് ചോദിച്ചു. നമ്മുടെ സഭയിലെ ഒരു പ്രധാന ആളാണ് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് 3 ഞായറാഴ്ച തുടർച്ചയായിട്ട് എൻ്റെ കാലത്ത് ഞാൻ തന്നെയായിട്ട് ഇത് പ്രവേശിക്കും. എന്നിട്ട് അവിടെ അദ്ദേഹം ഉണ്ടാവും. അദ്ദേഹം ഞാനായിട്ട് 3 ഞായറാഴ്ച തുടർച്ചയായിട്ട് നിർദ്ദേശിച്ചു. ഞാൻ ഇപ്പം നമ്മുടെ CSAക്കാരുടെ 10-14 CSAക്കാർ ഈ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ കൊന്നത്തടി വലിയൊക്കെ ചെയ്യപ്പെടുന്ന കൽക്കട്ടയിലുള്ള അവിടെയുള്ള ആളുകൾ എത്ര വേണ്ടെന്ന് ഞാൻ സഭയിൽ കണക്കെടുത്തു. അതിലൊരു 70-60% വോട്ട് കിട്ടിയ നമ്മൾ ജയിക്കപ്പെടുന്നു. ജയിച്ചെന്നുള്ള വിശ്വാസത്തിലില്ലുണ്ട്. ഫൈനലി എന്ത് പറ്റി? നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ നമുക്ക് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് തന്നില്ല എന്ന് കാണുമല്ലോ. അത് ഞാൻ ഇലക്ഷൻ നിന്നപ്പോൾ ആരോടും ആലോചിക്കാതെ നമ്മുടെ സഭയിലുള്ള ആരുമായിട്ട്, അതായത് നോൺ ഒഫീഷ്യൽ എംഎൽഎകൾ ആരുമായിട്ട് ചോദിച്ചില്ല. അതൊരു വീഴ്ചയായിട്ട് സാറ് കണക്കാക്കുന്നു? ഇല്ല. എനിക്ക് CSAക്കാർ CC ജേക്കബ്, അസോസിയേഷൻ്റെ പ്രസിഡന്റ് VI ശ്യാമാർ, ഇവരെല്ലാം അവിടെ വന്നു. ഈ അസോസിയേഷൻ്റെ ആയിട്ട് എനിക്കൊരു 25,000 രൂപയും തന്നു. മാസിൻ്റെ 25,000 രൂപയും തന്നു. ഞങ്ങൾ സഭ പോലീസുകാരി ഇറങ്ങട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ സഭയിലെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ രംഗത്തിറങ്ങിയാൽ CSAക്കാരും സഭയായിട്ട് വന്നാൽ മറ്റൊരു കത്തോലിക്ക സഭയുള്ളവരോ വേറെ സംഘടിക്കും. അങ്ങനെ വന്നാൽ നമ്മൾ ഒരിടത്ത് വെക്കില്ല. എന്നിട്ട് നിങ്ങൾ ബുക്കോന്ന് പറയും, ഇവരെ രണ്ടുപേരും ഞാൻ മടക്കി വെച്ചു. എന്നിട്ട് ഈ മറ്റൊരു ചങ്ങാതി യാതൊരു എത്തില്ല, ഒരു സഭയിലൊന്നും ചെയ്യില്ല. അവസാനം എന്നൊരു ഇലക്ഷൻ്റെ 4-5 ദിവസം തന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛന്മാരുടെ ഒരു മീറ്റിംഗ് മേഖലയുണ്ട്, ഞാൻ ഓടിപ്പോയത്. അതിന് പാർട്ടിക്കാരുടെ കൂടെ എൻ്റെ അടുത്ത് വേളം കൂടി. കാരണം ഒരുപാട് മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, സമയമില്ല. ഒരിക്കലും ഞാൻ കൂടി അവിടെ ചെന്നപ്പോൾ 10 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് 1-1:30 ആയപ്പോൾ മയക്ക് നീട്ടിയത് മുമ്പിലോട്ട് വെച്ചു. ജോസഫ് സാറിന് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാറുണ്ട്, നമ്മൾ മയക്ക് നീട്ടിയത് മുമ്പിലോട്ട് വെച്ചു. എനിക്ക് ചെറിയ അപകടമാണ്. കാരണം ഇത് സഭയുടെ ഭാഗം മീറ്റിംഗാണ്. അതിൽ ഞാൻ ചെന്നു വോട്ട് ആവശ്യമിരുന്നത് ഇലക്ഷൻ കാൽസിൽ ചെയ്യാൻ അത് മാത്രം മതി, ഗ്രൗണ്ട് വേറെ ഒന്നും വേണ്ട. അതൊക്കെ ഞാൻ സൗകര്യത്തിലുണ്ടാവും. സ്ഥാനാർത്ഥിയൊക്കെ വെള്ളത്തൊക്കെ പറ്റുന്നൊക്കെ തിരക്കില്ല. അത് കഴിഞ്ഞ് ഇലക്ഷൻ്റെ 2-3 ദിവസം മുമ്പ് നമ്മുടെ സ്കറിയ അച്ഛൻ ഇപ്പം പിന്നെ സാം ഇരുവാപ്പരാച്ചനാണ് സാം വിളിച്ചിട്ടാണ് ഇവർ രണ്ടും കൂടെ എരപ്പള്ളി ഇടുക്കി വന്നതിനെ കണ്ടു.
എന്നോട് പറഞ്ഞു ഞങ്ങളെ സഭയിൽ നിന്ന് അയച്ചതാണ്, സാറിന് വേണ്ട സഹായം സാറിനെ കാണും, എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. എനിക്ക് ഒറ്റയാട്ടിക്കാരനെ കുട്ടിക്ക് വെച്ച് കൊടുക്കാനാണ് തോന്നുന്നത്. പക്ഷെ അവർ പാവങ്ങളല്ലേ, അവരോട് കണ്ട എന്ത് കാര്യം? ഞാൻ പറയാം എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, പൊക്കോളൂ, തിരിച്ചു പോകുമ്പോൾ അടിക്കൊരു പൈസ ഉണ്ട്, അതൊക്കെ അവിടെ ഉണ്ട്, ഞാൻ നേരെ തിരിച്ചു വെക്കോളൂ, നിങ്ങൾക്കിത് ഒന്നും ചെയ്യാനില്ല. ഞാൻ വേദനയോട് കൂടിയാണ് പറഞ്ഞത്. ഞാൻ തോറ്റു പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് ഞാൻ അവിടുത്തെ ചുള്ളി പള്ളിയിൽ പോയി, ഒന്നത്തടി പള്ളിയിൽ പോയി, കട്ടപ്പന പള്ളിക്ക് അന്ന് ഇപ്പോഴത്തെ ബിഷപ്പ് ഫ്രാൻസിസ് അച്ഛനുള്ള സഹായകരമാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി സഭാ നേതൃത്വത്തിൽ നിന്ന് എന്നോട് പ്രവർത്തിക്കുന്ന തോറ്റു പോകുന്നു. പിന്നെ അച്ഛൻ്റെ അങ്ങനെ അതിനകത്ത് ഒരു കാര്യം നടക്കണം. ഞാൻ എലപ്പള്ളിയിൽ ഒരു കൊല്ലം അധ്യാപകനായിരുന്നല്ലോ. എൻ്റെ പേര് ഒരുപാട് അപവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എലപ്പള്ളിക്കാർ അവിടെ 2 പോളിംഗ് ബൂത്തുണ്ടായിരുന്നു. 2 പോളിംഗ്, ഒരു പോളിംഗ് ബൂത്ത് പോളിങ്ങിൽ 84% വോട്ട് എനിക്കായിരുന്നു. അതിനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോളിംഗ് ബൂത്ത് വെച്ച് വോട്ടുണ്ടായിരുന്നു. കണ്ണിക്കലിന് കാര്യമായിട്ട് കിട്ടിയില്ല. ഒരു 10-30% ഇത്രയേ കിട്ടുള്ളൂ. കിട്ടില്ല. കൂവപ്പള്ളിയിൽ നിന്ന് കിട്ടിയത് വേണ്ടപ്പോൾ കൂപ്പള്ളി, ബാക്കിയുള്ളതൊക്കെ ഒന്നുമില്ല. ഓക്കെ, ഇത്രയൊക്കെ സാറ് ഇലക്ഷൻ്റെ നേരിട്ടു, ആ കാര്യങ്ങളൊക്കെ പോയി. ഞാനിത് ചർച്ച നമ്മളെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇനി നമ്മുടെ സമൂഹത്തോട് സാറിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. നമ്മുടെ സമൂഹം എന്താണെന്ന് നമ്മുടെ സമൂഹത്തുള്ളവർ അറിയണം. അതെ, അറിയണം. നമ്മുടെ സമൂഹം എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. പഠിച്ചവരും അന്വേഷിച്ചവരൊക്കെ പറഞ്ഞത് കേരളത്തിൽ ചരിത്രം നഷ്ടപ്പെട്ട ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ചരിത്രം നഷ്ടപ്പെട്ട ചരിത്രം ഇല്ലെത്തന്ന ഉണ്ട്. അതാരും എടുത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ചരിത്രം നമുക്ക് അറിയുന്നില്ല. ഞാൻ അതുകൊണ്ട് കാര്യമായിട്ട് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് കാര്യമായിട്ട് പഠനം നടത്തിയ ഒരാളാണ്. ഞാനും അതിനോട് യോജിക്കുന്നു. ഒരു 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതേ വിശ്വസനീയമായിട്ടുള്ളത്. ബാക്കി രാജാവായിരുന്നു അരസൻ, രാജാവായിരുന്നു, മറ്റേ അഹല്യയുണ്ട്, ആയിത്തമ്പുരാനുണ്ടായിരുന്നു, അതായതെന്നെല്ലാം പറയുന്നത് വെറും ഊഹാപോഹങ്ങളും മാത്രമാണ്. വെറും ഊഹാപോഹം. അതാണ് നമ്മുടെ ഈ യങ് ജനറേഷന് നമ്മൾ ആരാന്ന് അറിയണം. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് 5-6 ബേസിക് ക്വാളിറ്റീസ് ഉണ്ട് മലയാളികൾക്ക്. അതിലൊന്നെന്ന് പറഞ്ഞാൽ അവർ നിഷ്കളങ്കരാണ്, ബയ്യന്മാരാണ്. ക്രിമിനൽസ് ആയിരുന്നില്ല. കൊലപാതകം, കത്തിക്കുത്ത്, വ്യഭിചാരം, മോഷണം, ഇതൊന്നും മലയന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. കത്തിക്കുത്തും കൊലപാതകം അങ്ങനെ സമയം കേട്ടിട്ടേ ഇല്ല മലയന്മാരുടെ. അടി പോലും വളരെ കുറവാണ്. വഴക്ക് കൂടുമ്പോൾ ഒച്ചത്തിൽ കുറേ തെറി പറയും അവസാനത്തിൽ. എൻ്റെ അല്ല, ഞാനില്ല. മലയന്മാരുടെ 10 കൊല്ലം 1850 മുതൽ 61 വരെ അവരുടെ കൂടെ താമസിച്ച് ഉറങ്ങിക്കഴിഞ്ഞ ആളാണ് ബേക്കർ സാഹിബ്. ബേക്കർ സാഹിബ് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ബേക്കർ സാഹിബിനേക്കാൾ വേറെ ആൾക്കും മലയന്മാരെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരാളെ അവകാശമില്ല. ബേക്കറാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബേക്കർ പറഞ്ഞ ഒരു ഇന്നസെൻ്റാണ് ആളുകൾ. പിന്നെ വഴക്കാളികളല്ല, സമാധാനപ്രിയരാണ്. അവർക്ക് അവരുടേതായ സോഷ്യൽ സെറ്റപ്പുണ്ട്. ഈ മലയരെ കുടി എന്ന് പറയുന്നത് അത് ചെറിയൊരു സമൂഹങ്ങളായിട്ടാണ് താമസിക്കുന്നത്. കുടി എന്ന് പറയുക, അരക്കുടി. അതിന് ഒരു മൂപ്പൻ അല്ലെങ്കിൽ കാണി ഉണ്ട്, പൂജാരിയുണ്ട്, മന്ത്രവാദിയുണ്ട്, വൈദ്യരുണ്ട്. ഇതെല്ലാം സമൂഹത്തിലുണ്ടായിരുന്നു. ഒരു സെൽഫ് കണ്ടെയ്ൻഡ് കമ്മ്യൂണിറ്റി. നമ്മുടെ യഹൂദന്മാരുടെ ചരിത്രം പഠിക്കും, ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ യഹൂദന്മാർ അവരുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെ ഇന്നും മുറുകെ പിടിച്ചിരുന്ന കൂട്ടുകാർ യഹൂദന്മാർ. 12 ജാതി ട്രൈബ്സ് ഉണ്ടായിരുന്നു. അത് ഒരു ട്രൈബ് മാത്രമാണ് യഹൂദ ട്രൈബ്. അവരെ മാത്രമേ 11 പേരിലെ യഹൂദന്മാർ മാത്രമാണ് അവരുടെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ച് ജീവിച്ചിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടു, ദുരിതപ്പെട്ടു, പരിഹരിക്കപ്പെട്ടു, കണ്ണ് നഷ്ടപ്പെട്ട്, കൈ കെട്ടിക്കളഞ്ഞു, കൊല നടത്തിയ ഹിറ്റ്ലർ. എന്നിട്ട് ഇന്ന് ഇരിക്കുന്നു. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ക്ലിംസസ് ഓഫ് വേൾഡ്സ് എന്ന പുസ്തകത്തിൽ പേജ് 127 എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇസ്രായേൽ ഈസ് വൺ ഓഫ് ദി വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. 2000 കൊല്ലം മുമ്പ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചിതയ്ക്കപ്പെട്ടവർ അവരുടെ ഭാഷ ഹീബ്രു, അവരുടെ സംസ്കാരം, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് എന്ത് പറ്റി?
കഠിനമായ ആചാരാനുഷ്ഠാനങ്ങളാണ്. അതുകൊണ്ട് ആ സമൂഹം ഏറ്റവും ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതിൽ നമ്മുടെ കേരളത്തോളം ഇല്ല. ഇസ്രായേൽ ജനസംഖ്യയില്ല, പൂക്കളുമില്ല. അവിടെ നിന്നുള്ള 29% ആൾക്കാർ നോബൽ പ്രൈസ് കിട്ടിയവർ യഹൂദന്മാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് അവരാണ്. ഏറ്റവും വലിയ സംജ്ഞരായ മീതോവൻ ആരാണ്? ഇവർ ലോകത്തിലെ രാഷ്ട്രീയമായ സ്റ്റാലിൻ, ലെനിൻ, ആരൊക്കെ? മാർക്സാരാ? ഇവരൊക്കെ ജ്യൂസാണ്. ലോകത്തിലെ വലിയ മഹാന്മാരെല്ലാവരും നല്ല ശതമാനം ജ്യൂസാണ് ആ നിലയിൽ. അതുപോലെ ഈ നമ്മുടെ സഭയിൽ ഡാനിയൽ ബിഷപ്പിൻ്റെ അരികിൽ ജോർജ് എന്ന് പറയുന്നത് അന്നോർത്തഡോക്സ് റേഡിയോയിലെ ജോലിയാണ്. അന്നത്തെ കാലത്തെ ആളുമായിട്ട് അടുത്തിടപെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. വളരെ സമർത്ഥനാണ്, വളരെ സമർത്ഥനായിരുന്നു നമ്മുടെ കാലത്ത്. അതിൻ്റെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഇരുമാപ്പാറ വായിച്ചോ? എന്ത് മനസ്സിലായിരുന്നു? ഐ ഹാവ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഒക്കെ നമുക്കുണ്ടാകും. പക്ഷെ അദ്ദേഹം പറയും ഒന്നുകൊണ്ട് കാര്യമുണ്ട് അതിനകത്ത്. ഒന്ന്, ഈ മലയാളിന്മാർ നല്ല രീതിയിൽ കഴിഞ്ഞു കൂട്ടുന്നതാണ്, സിമ്പിൾ ലിവിങ് ആയിരുന്നു. ഇതൊക്കെ ശരിയാണ്. ഈ ജാതി ശല്യം കൂടുതലായിരുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ ജാതി ചിന്ത വളരെ കൂടുതലാണ്. സത്യമാണ്. ഇന്ന് ഹിന്ദുക്കളുടെ ഇടയിലുള്ളതിനേക്കാൾ കൂടുതൽ ജാതി ചിന്തയുള്ളത് കേരള ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഉള്ളത്. അല്ല, നമുക്ക് എങ്ങനെ ഈ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് വരാനില്ല. ഇങ്ങനെ നമ്മൾ നല്ലവരായിരുന്ന കശ്മീരിലെ മോശമുള്ള സോഷ്യൽ ലൈഫ് സമാധാനപ്രിയരായൊരു കൂട്ടരായിരുന്നു. നമ്മൾ വളരെ സമർത്ഥന്മാരായിരുന്ന ആളുകളായിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇവരുടെ ഈ വിനയാന്യത്വം, അധികാരികളോടുള്ള കീഴടങ്ങൽ, അമിതമായ വിധേയത്വം അങ്ങനെയൊക്കെ വന്നു അന്ന് സർക്കാരും സഹായിച്ചിട്ട് ഈ മല കയറാനായിട്ട് വന്ന ഒരാൾക്കുണ്ട്. അവർ വന്നപ്പോൾ ഈ മലയിടുക്കിൽ ഒന്നാം തരം കാപ്പിത്തോട്ടം, തെങ്ങിൻ തോട്ടം, കവുങ്ങൻ തോട്ടം, ചക്ക, പ്ലാവ്, മാവ് എല്ലാം ഉണ്ട്. അവർക്ക് കണ്ടിട്ട് കൊതിത്തിരുന്നില്ല. അവർ വന്ന് നമ്മുടെ ആൾക്കാരെ മുഴുവൻ ചിലരെ ചതിച്ച്, ചിലരെ വഞ്ചിച്ച്, ചിലരെ ഭീഷണിപ്പെടുത്തി, ചിലരെ ആക്രമണം അടിച്ച് തകർത്ത് അവരുടെ ഭൂമിയാക്കി മാറ്റി. അവരുടെ സ്വന്തമാക്കി. അവസാനം വന്ന് എരുമാപ്പയുടെ സഭാചരിത്രത്തിൽ പറയുന്നത് പോലെ നമ്മളുടെ ആൾക്കാർ എന്ത് കൃഷി ചെയ്യണം, എത്രത്തോളം കൃഷി ചെയ്യണം, ആർക്ക് കൊടുക്കണം, അതിനെന്ത് വില കൊടുക്കണം, ഇതെല്ലാം നിശ്ചയിക്കുന്ന കാഞ്ഞാറ്റിൽ നിന്നും ഈരാറ്റുപേട്ടിൽ നിന്നും മുസ്ലിങ്ങളാണ്. അവിടെ ഉണ്ടായിരുന്ന ഈ സിറിയൻ ക്രിസ്ത്യാനികളാണ് അവരുടെ അതിർത്തി നിശ്ചയിക്കുന്നത്. അവരാണ് എല്ലാം കാണുന്നത്. അത് വന്ന് നമ്മുടെ വീട്ടിലെ കോഴി, പശു എല്ലാത്തിനും പിടിച്ചു പോകും. ആരും ചോദിക്കാനും പറയാനില്ല. കാരണം തമ്പുരാൻ്റെ ആൾക്കാർ ഇവർ ഒന്നിച്ച ആൾക്കാരുകൾ. അങ്ങനെ ഇരുവാപ്പുഴയുടെ സാഹചര്യത്തിൽ പറഞ്ഞ പോലെ ഏതാണ്ട് അടിമത്ത മനോഭാവം, അടിമത്ത രീതിയിലാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് റെസിസ്റ്റ് ചെയ്തില്ല. ഒരിക്കൽ മാത്രം ഓർഗനൈസ്ഡ് റെസിസ്റ്റ് നടന്നു. വള്ളത്തെ അവർ പിടിച്ചുകൊണ്ട് ആൾക്കാരെ വള്ളത്ത് പോയി നമ്മുടെ ആൾക്കാർ പിടിച്ച് ബലമായിട്ട് തിരിച്ച് കൊണ്ടുപോകുന്നു. ഒരിക്കൽ മാത്രമേ അതിനുമ്പ് നടന്നിട്ടില്ല. അങ്ങനെ ഏതാണ്ട് ഒരു അടിമത്വം പോലെ കിടന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ 5 പേര് കോട്ടയത്തിൽ ബേക്കറിനകലാണ്. ബേക്കർ സ്വന്തമായിട്ട് വന്നതല്ല, ബേക്കറിന് വരാൻ താല്പര്യമായിട്ട് വന്നതല്ല, വരാതിരിക്കുക അദ്ദേഹത്തിന് വളരെ താല്പര്യമില്ലായിരുന്നു. എടുക്കാൻ പറ്റാത്തത്രയും ജോലി അദ്ദേഹത്തിന് കോട്ടയത്തുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞത് നമ്മളിപ്പോൾ നമ്മുടെ ബിഷപ്പന്മാർ സഭാ വരെ അവിടെ ചെന്നാൽ ഒരു ദൈവത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നതല്ല അവർ പറയുന്നത്. വിദ്യാഭ്യാസമാണ് അവർ ചോദിച്ചത്. വിദ്യാഭ്യാസം ഞങ്ങൾക്ക് പഠനം. യെസ്, അവർ ചോദിച്ചതാണ്. ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങൾക്കൊന്നും അറിഞ്ഞോളാം. നായ്ക്കളെപ്പോലെ മരിച്ചടക്കപ്പെടുന്നവരാണ് ഞങ്ങൾക്ക് ഒന്നും തരണ്ട. നിങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇഷ്ടംപോലെ നെല്ലും അരിയും ഗോതമ്പും എല്ലാം ഞങ്ങളുടെ ഇതിലുണ്ട്. തീറ്റിപ്പറ്റുകയും വേണ്ട. പണം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് തരാം. അങ്ങനെ വന്നാൽ മതി. ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ അയക്കുന്നവരുടെ ശമ്പളം ഞങ്ങൾ കൊടുത്തോളാം, സ്കൂൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അവസാനം അടുത്ത് സഹിയിട്ട് അന്തർക്കരണങ്ങളുടെ ബേക്കർ അങ്ങനെയുള്ള മനസാക്ഷിക്കുറിച്ച് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ബേക്കർ വന്നത്. സർ, ഇന്ന് നമുക്ക് ബേക്കറകരം വന്നിട്ട് ആദ്യം നമ്മളെ ആൾക്കാരെ കാണാനായിട്ട് കൊമ്പൂത്തിയിലെത്തി മുണ്ടക്കയത്തിനടുത്ത് അവിടെ ചെന്നപ്പോൾ ആദ്യം ഇവരോട് സാറ്റോടിക്കുക, സായിപ്പേ ഞങ്ങളെ പഠിപ്പിക്കാൻ ആളായിക്കാന്ന് എവിടെ അധ്യാപകർ എന്നാ ചോദിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസമാണ് ഇല്ലാത്തതാണ് ഞങ്ങളുടെ പോരായ്മ, കുറവുകൾ.
അതുകൊണ്ടാണ് നമ്മളെ ഇവരെല്ലാം പറ്റിക്കുന്നത്, ചതിക്കുന്നത് എന്ന തിരിച്ചറിവ് ആ 5 പേർക്കുണ്ടായിരുന്നു. അതേ തിരിച്ചറിവ് ഇന്നും നമുക്ക് ആർജിക്കണം. ആദ്യം നോക്ക്, ഈ എന്താണ് വിദ്യാഭ്യാസം? എന്താണ് വിദ്യാഭ്യാസം? ഈ നമ്മളെ ആരാ ശ്രീനാരായണ ഗുരു പറഞ്ഞതെന്തോ, വിദ്യ കൊണ്ട് ഉത്ബുദ്ധരാകുവാൻ, സംഘടന കൊണ്ട് സംഘടിച്ച് ശക്തരാകും എന്ന് നമ്മുടെ അംബേദ്കർ പറഞ്ഞതെന്നാ? എഡ്യൂക്കേറ്റ്, ഓർഗനൈസ് ആൻഡ് അജിറ്റേറ്റ്. അംബേദ്കർ പറഞ്ഞു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാലാണ്, പുലിപ്പാലാണ്. ആ പുലിപ്പാല് കുടിച്ചവന് അമരാതിരിക്കാൻ ഒക്കുകയില്ല എന്ന് അംബേദ്കർ പറഞ്ഞു. അതുപോലെ ലോകചരിത്ര ഒരുപാട് എൻ്റെ അങ്ങനെ നമ്മൾ തന്നെ പഠിച്ചിട്ടില്ലേ, വിദ്യാധനം സർവ്വപ്രധാനം പഠിച്ചിട്ടില്ലേ? വിദ്യാഭ്യാസം കൊണ്ട് മുന്നോട്ട് പോകാനൊക്കൂ, രക്ഷപ്പെടൂ എന്നുള്ള ബോധം നമ്മൾ ജനങ്ങളിലുണ്ടായി. അവർ ക്രിസ്തുമതത്തെ കെട്ടിപ്പിടിച്ചു. എന്തുപറ്റി? ഓരോ അടിമത്തത്തിൽ നിന്ന് വേറെ അടിമത്തിലേക്ക് അവർ പോവുകയായിരുന്നു. ഇവരറിഞ്ഞില്ല, സഭയുടെ അടിമകളായി. അച്ഛനും ആശാനും എന്ത് പറയുന്നു? നമ്മുടെ വീട്ടിൽ സ്ത്രീകൾ പ്രസവിക്കുന്നതിന് മുമ്പ് നേരും ആൺകുഞ്ഞാണി കർത്താവിന് സഭയ്ക്ക് കൊടുത്തേക്കാം. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചിലരുണ്ട്. അങ്ങനെ അന്ധമായ ആരാധന ദോഷമെന്നല്ല ഞാൻ പറഞ്ഞത് ആ അടിമത്വവും ഈ അടിമത്വവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് ഭൗതികമായി നമ്മളെ അടിമപ്പെടുത്തിയെങ്കിലും ആത്മീയമായി നമ്മളെ അധപതിപ്പിച്ചവരാണ് സഭ എന്ന് പറയുന്നത്. ഈ അടിമത്വം സഭയിലും ഉണ്ടായിരുന്നു. സഭയിലെ ബിഷപ്പിനായിട്ട് അച്ഛനായിട്ട് ആർക്കെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റുമായിരുന്നു അന്നത്തെ കാലത്ത് പലർക്കില്ല. കാരണം അവരൊക്കെ കാണപ്പെട്ട ദൈവത്തിൻ്റെ കാണപ്പെട്ട പ്രതിപുരുഷന്മാരാണ്. ആ രീതിയിലാണ് നമ്മൾ അവരെ കണക്കാക്കിയതും മുന്നോട്ട് പോയത്. അതുകൊണ്ട് എന്ത് പറ്റി? 4 ലക്ഷം കൂട്ടി വായിക്കാമെന്നൊക്കെ ഉപദേശിയായ അച്ഛനായി. ഇപ്പോൾ EJ ഐസക് അച്ഛൻ വില്ലേജ് ഓഫീസറായിട്ട് പാലക്കാട് ജോലി ചെയ്യുകയായിരുന്നു. അച്ഛനെ വിളിച്ച് വെച്ച് പട്ടക്കാരനാക്കി. EJ ചാക്കോച്ചൻ അദ്ദേഹം എക്സൈസ് ഇൻസ്പെക്ടറായി. അത് തുടർന്ന് അത് എക്സൈസ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്യാണ്. അദ്ദേഹത്തിന് വന്നു വൈദികനായി ചാക്കോച്ചൻ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം എല്ലാം ആദ്യം ചെന്ന ഒരച്ഛനാണ്. ഇപ്പം വിദ്യാഭ്യാസത്തിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്ന് സാറ് സമ്മതിക്കുന്നുണ്ട്. അവർ നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ പല സ്കൂളും ഹൈസ്കൂളും 75 അതിൻ്റെ ഇത് ഇന്ന് കുട്ടികളില്ലാതെ പല സ്കൂളുകളും പോവുകയാണ്. MD CMS ഹൈസ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലിയാണിപ്പോൾ 25 കൊല്ലമായി വന്നിട്ട്. കഴിഞ്ഞ കൊല്ലം വളരെ പാടുപെട്ട ഈ നമ്മുടെ പി ദാസ് എന്നോട് പറയും, സാറേ മോശമാണ്, കുട്ടികളില്ല, പൂട്ടിപ്പോകുന്നത്. ഞാൻ അതനുസരിച്ച് മേലായിട്ട് എനിക്ക് പരിപാടികളൊക്കെ പറഞ്ഞു അപകടം സംഭവിക്കരുതെന്ന് പറയാം. പിന്നെ അവർ ഓടി നടന്ന് അവിടെ നിന്ന് കുറേ കുട്ടികളുണ്ടാക്കി ആ സ്കൂൾ തുറന്നു പോയി. വരുന്ന 2-3 കൊല്ലം എത്ര കൊല്ലം പോകുന്ന അറിയില്ല. ആർക്കും അത് തുടർന്ന് അവിടെയുള്ള ആർക്കതിന് താല്പര്യം? നമ്മളെല്ലാ കാര്യത്തിലും ആ സഭയിൽ നിന്ന് നമ്മളെ നോക്കുന്നുണ്ടോ? ശരി, എനിക്ക് സഭയായിട്ടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് മധ്യകേരള മഹാനഗരിയിലെ കൗൺസിൽ മെമ്പറായിരുന്നു, സിനഡ് മെമ്പറായിരുന്നു. ഒക്കെ നിന്നൊക്കെ മനസ്സിലാക്കിയ അനുഭവം നമ്മൾ അടിമകളാണ്. മൈക്കിൾ ജോണസ് അച്ഛൻ 3 പ്രാവശ്യം സിനഡിലേക്ക് മത്സരിച്ചു. ഈ വൈദികരാണ്, ബിഷപ്പാണ്. 3 തവണയും ഏറ്റവും കൂടുതൽ വോട്ട് ജയിച്ചു. ആക്കിയോ ഇല്ല, ആവൂല. അത് മനസ്സിലാക്കി കൊണ്ടുകൂടിയാണ് മൈക്കിൾ ജോണസൊക്കെ മഹാടവയ്ക്ക് വേണ്ടി ഇറങ്ങിച്ചിരിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഞാൻ മഹാടവയുടെ ഫോർമേഷൻ കമ്മിറ്റി PD ജോൺസൺ പറഞ്ഞതാണ്. പിന്നെ ജോൺസൺ പറഞ്ഞ് എന്നോട് വലിയ കാര്യമുണ്ട്, ഞങ്ങൾക്ക് വൈദികരാണ്, ഞങ്ങൾക്ക് ബിഷപ്പ് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ്, ബിഷപ്പിനെ അനുസരിച്ചുള്ളതാണ്. എൻ്റെ ബിഷപ്പിനെതിരായിട്ട് ഒരക്ഷരം സംസാരിക്കാൻ ഞങ്ങൾക്കുണ്ടാവില്ല. കാര്യം നടക്കാൻ നിങ്ങളിപ്പോൾ അയ്മേനികൾ കുറേ പേര് സംഘടിക്കണം, അതിലൂടെ സമിതി ഉണ്ടാക്കണം എന്നാണ് PD ജോൺസൺ പറഞ്ഞനുസരിച്ചിട്ടാണ് അവിടെ ഡയോസ് ഫോർമേഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഞാനാണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ. അതും PD ജോൺസൺ പറഞ്ഞതാണ്. ചെയർമാനാണ്, ഫോർമേഷൻ കമ്മിറ്റി ചെയർമാനാണ്. അതുണ്ടാക്കി നടന്ന് ഒരുപാട് പണം പിരിച്ചു. PC ജേക്കബ് തന്നെ പാലക്കുന്ന് ജോർജ് സാറായിരുന്നു അതിൻ്റെ ട്രഷറർ. സെക്രട്ടറി PC ജേക്കബ് ആണോ TA ജോർജാണെന്ന് ഞാൻ ഓർക്കുന്നത്. എരുമാപ്പുറം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എല്ലാം പോയി എരുമാപ്പുറം
ഞാൻ ചൊവ്വൂർ പോയി പ്രസംഗിച്ചു, അടുക്കത്ത് പോയി പ്രസംഗിച്ചു, കണ്ണിക്കൽ പോയി പ്രസംഗിച്ചു. അപ്പോൾ ഓരോ സ്ഥലത്തും ചിലടത്ത് ഞാനും CC ജേക്കബും കൂടെ പോയി. നാട്ടിലത്ത് പോയപ്പോൾ ഇത്താ സാർ വന്നിരുന്നു, നമ്മുടെ ബിഷപ്പിൻ്റെ അമ്മായിട്ട് കണ്ണിക്കൽ പ്രസംഗിക്കാൻ പോയി പറഞ്ഞാൽ അവിടെ പോയി പ്രസംഗിക്കാൻ പോയി. ഞാൻ മറക്കാത്തൊരു സംഭവമാണുള്ളത്. കണ്ണിക്കലിൽ ഞാൻ ഉച്ചയ്ക്കുള്ള പള്ളി ആരാധനയിൽ ഇത്താ സാർ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഉള്ള വ്യാപക മീറ്റിംഗ് ഞാൻ പ്രസംഗിച്ചു. ഞാൻ പോയത് അത് ഞാൻ പ്രസംഗിച്ച് എല്ലാം തീർന്ന സമയത്ത് എൻ്റെ ഒരു ബന്ധു കൂടെയാണ് നമ്മുടെ VT ജോസഫ്. എൻ്റെ കസിൻ്റെ ഹസ്ബൻഡാണ്. അയാൾ വരും. ഞാനൊരു കുസൃതിച്ചോദ്യം ചോദിച്ചോട്ടെ ചോദിച്ചു. അപ്പോൾ എന്താണ് നിങ്ങളുടെ പരിപാടി, ആരാണ് നിങ്ങളുടെ നേതാവ്? ആ ചോദ്യത്തിൻ്റെ ഓരം തരുന്നറിയാവും. അന്ന് PD ജോണച്ചനും മൈക്കിൾ ജോണച്ചനും ബിഷപ്പ് വന്നുള്ള പെട്ടെന്ന് നടത്തിയാണ്. അപ്പം ഞാൻ കയറി ഒരു കാര്യങ്ങളാണെന്ന് പറയും. അപ്പോൾ പിന്നെ അവിടെ കലഹമാണ്. ആ മീറ്റിംഗ് ആരോഗ്യപ്പെടും. ഇതാണ് സംഭവം. പറഞ്ഞ് തീരുന്നതിന് ഉത്തരം പറയാതെ ചാടി എഴുന്നേറ്റ് ഇത്താസറിയ ചൂടനാണ് വല്ല അവത്തും പറഞ്ഞു നോക്കി കൈകൊണ്ടിങ്ങനെ എന്നെ പറഞ്ഞു. ഞാൻ ഇത്താസറിൻ്റെ കൈ തട്ടി വന്നിട്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് അതെങ്ങനെ പറഞ്ഞു എന്ത് പറഞ്ഞു ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ നേതാവ്, സുവിശേഷീകരണമാണ് ഞങ്ങളുടെ പരിപാടി. എൻ്റെ കുഞ്ഞെ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇടി മുഴക്കുന്ന ശബ്ദമായിരുന്നു. അവിടെ ആ പള്ളിയിൽ അറച്ചു കൂടിയിരുന്ന സ്ത്രീകളെല്ലാം കൂടെ ചാടിയിട്ട് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു. അവരങ്ങനെ അത് 5-6 മിനിറ്റ് കഴിയ ശേഷമാണ് അത് താഴെയിരുന്നത്. അപ്പോൾ സാറിൻ്റെ മെസ്സേജ് നമ്മൾ കുറച്ചുകൂടെ സംഘടിതരായി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം എന്നാണെന്ന് ഞാൻ വിദ്യാഭ്യാസം ആർജിക്കണം. അതല്ല വിദ്യാഭ്യാസം ആർജിക്കണം നമ്മുടെ പഴയ കാര്യമല്ല. ഇപ്പം ഡയോസിറ്റി എടുത്തൊക്കെ ഉണ്ടാക്കി. അന്ന് 1952 സ്കന്നർ എന്നയാളുടെ പേര് വെല്ലൂർ വെച്ച് നടന്ന മീറ്റിങ്ങിൽ പുതിയ മഹാട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. റിപ്പോർട്ട് MC വനത്തിൽ ഞാൻ റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ച് കൈകൊട്ടി എല്ലാവരും അംഗീകരിച്ചു. അവിടെയും ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ ആർത്ത് വിളിച്ച് മറ്റുള്ളവർക്കാർ നമ്മുടെ അവിടെ അങ്ങോട്ടേക്ക് ആരിങ്ങനെ ചെയ്യും. അത് കണ്ടപ്പം ബിഷപ്പ് അദ്ദേഹം പറഞ്ഞു നമുക്കൊരു അരമണിക്കൂറിനൊക്കെ തിരിയാണ് തിരിഞ്ഞിട്ട് കൂടാം എന്നും പറഞ്ഞ് എല്ലാവർക്കും സന്തോഷം പ്രകടിപ്പിക്കാൻ ആവശ്യമാക്കുന്നു. പുറത്തേക്ക് ഉടനെ CC എന്നൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു, സാറേ മഹാട് നമുക്ക് കിട്ടി കേട്ടോ എന്ന് പറഞ്ഞൊരു അലർച്ചയായിരുന്നു CC. അത് കഴിഞ്ഞ് അന്ന് തന്നെ വിവരം നമ്മുടെ മലയാളികളൊക്കെ എൻ്റെ മോനെ അന്ന് അറിഞ്ഞാലൊക്കെ പള്ളിയിൽ കൂടി മണിയടിച്ച് ഈ മലയിടുക്കിലെ മണിനാഥം മുഴങ്ങി ആളുകൾ ഓടിക്കൂടി പള്ളിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രിച്ച് എന്തൊരു ആത്മീയ ചൈതന്യമായിരുന്നു അവർക്കുണ്ടായിരുന്നു. ഇന്നെവിടെയത് അതൊന്നുമില്ല. അപ്പോൾ സാറ് പറഞ്ഞതായിട്ടുള്ള സജഷൻസും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളുടെ മനസ്സിൽ സമയം അല്ല ഈ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ചരിത്രം ശരിക്കറിയണം. നമ്മളായിരുന്നു നമ്മൾ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗക്കാരിൽ ഇന്ത്യയിലെ വരത്തന്മാരാണ്. ഇവിടെ വന്നു കയറി വരാം. ഇത് പറഞ്ഞ ബ്രാഹ്മണനും അതും ഇതും എല്ലാം ഇവിടെ വന്നവരാണ്. ഇവിടെ ജനിച്ച് വളർന്നതിൻ്റെ മണ്ണിൻ്റെ ഉപ്പും തിന്ന് വളർന്നവൻ ഗോത്രവർഗ്ഗക്കാരൻ. അത് മലേറിയ എന്ന് പറഞ്ഞ ചെറിയ ചൈനീസ് കമ്മ്യൂണിറ്റി കുറച്ച് പേരേ ഉള്ളൂ. 10,000 അല്ല 30,000 35,000 ആൾക്കാർ ആകെ ഉള്ളൂ. ഹിന്ദു ക്രിസ്ത്യാനികളും ആകാത്തവരുള്ളൂ. പക്ഷേ അവർക്ക് അവരുടെ ഒരു ചരിത്രമുണ്ട്, അവരുടേതായ നടപടിക്രമങ്ങളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളും നടപടിക്രമങ്ങളൊക്കെ ലോകത്തിലെ മറ്റേത് സമൂഹത്തേക്കൊപ്പം നിൽക്കുന്നതാണ് നമ്മുടെ ആൾക്കാർ. ഞാനീ പറയാം കൈക ജോർജിൻ്റെ ചരിത്രം നോവൽ അതിനകത്ത് പറയുന്നുണ്ട്. ഡാനിയൽ ബിഷപ്പിനോട് കാണാനായിട്ട് കുറേ പേര് ജർമ്മനിയിൽ നിന്ന് വന്ന ട്രൈബിനെ കാണാനായിട്ട് അവർ വന്ന് നോക്കിയപ്പോൾ കറുത്ത് ചുരുണ്ട മുടി, കറുത്ത് പരണ്ട ശരീരം, ചുരുള മുടി, തടിച്ച ചുണ്ട്, കുഴിഞ്ഞ നെറ്റി, ഇതൊക്കെയുള്ള ഒരു ബീഭത്സ രൂപമാണ് അവർ പ്രതീക്ഷിച്ചത്. അവരും നോക്കിയപ്പോൾ ഇവിടെ ഇസ്രായേലിനെ കാണുന്നവരും പുറത്തുള്ളവരുടെ ഒരു വ്യത്യാസമില്ല, ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു ഇവരുടെയൊക്കെ ജീൻ ടെസ്റ്റ് ചെയ്യണം, വെറും മലബാർ ആദിവാസികളല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. നമുക്ക്
നമ്മുടേതായ കൾച്ചറുണ്ട്. നമ്മളത് കളഞ്ഞു, മറ്റുള്ളവരെ നമ്മൾ പറയിപ്പിച്ചു. മലയാളം എന്ന് പറയാൻ ഇന്ന് ആൾക്ക് അറപ്പും വെറുപ്പും പേടിയാണ്. ആ കയറപ്പിൽ അവന് ജോലി കിട്ടണം, എല്ലാം ആകണം, പഞ്ചായത്ത് മെമ്പറും എല്ലാം ആകണം. പക്ഷേ മലയാളം എന്ന 4 പേരുടെ മുമ്പാകെ പറയാൻ നാണമാണ്. ആ നാണം ആദ്യം മാറ്റണം. ഞാൻ മലയാളിയാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്കും എനിക്കും കഴിയണം. ആ കാലത്ത് നമ്മൾ നന്നാവുള്ളൂ. ശരി സാർ, നമ്മൾ ലെറ്റസ് കൺക്ലൂഡ്. ഇത്രയും സമയം സാറിൻ്റെ വിലയേറിയ സമയം ഞങ്ങളെടുത്തു. അതിന് മാസിൻ്റെ നന്ദി സാറിനെ അറിയിക്കുന്നു. സാറിന് ദീർഘായുസ് നേർന്നുകൊണ്ട് തൽക്കാലം സാറിനെ കാണാൻ ഞങ്ങൾ ഇനിയും വരും. ഇതുപോലുള്ള ഓഫ് ചെയ്തോട്ടെ. നിങ്ങൾ ഓഫീസിൽ നിന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് 56-55 വയസ്സുണ്ട്. എനിക്ക് ആരോഗ്യത്തിന് കാര്യമായ വലിയ കുറവൊന്നുമില്ല. വർഷത്തിൽ നടുവേദന ഉണ്ടായെന്നുള്ളതല്ല, അതങ്ങ് പോയി. ഇപ്പം കാര്യമായിട്ട് അതുമില്ല. ആരോഗ്യത്തിന് വലിയ കുഴപ്പം, ഇത്രയും വയസ്സായിട്ട് കുഴപ്പമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് തലസ്ഥാന മേഖലയിൽ താമസിക്കുന്നെങ്കിലും ഞാനിവിടെ ചെമ്പും ചേനയും കാച്ചിട്ട് നിൽക്കാൻ ചേമ്പ് വെച്ചിട്ടേക്കാണ്. ചേമ്പും ചേനയും കപ്പയും എത്ര കപ്പ നിൽക്കണമെങ്കിൽ 500 കപ്പ ഉണ്ടല്ലേ. ഈ ചേമ്പും ചേനയും കാച്ചിൽ എല്ലാം ഇതെല്ലാം നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന എല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ കൃഷി ഉണ്ടാക്കുന്നതാണ് തെന, കുണ്ടിൽ, മോതിര, വരക്, പിന്നെ ഇതിൻ്റെ അതൊക്കെ ന്യൂട്രീഷ്യസ് ആയിട്ട് അതൊക്കെ തിന്ന് വളർന്നവനാണ് ഞാൻ. അങ്ങനെ വളർന്നവനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിന് ഇന്നും ഒരു വലിയ കാര്യം കുഴപ്പമൊന്നുമില്ല. തോന്നാണ് ഈ ആരോഗ്യം, ഈ ശക്തി, അവനങ്ങനെയുള്ളവൻ്റെ ശബ്ദം താണുപോവില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓഫീസിലാണെന്നും പുറത്താണ് ഇന്ന് വരെ ഞാനൊന്ന് താഴ്ന്നു കൊടുത്തിട്ടില്ല. ആരോഗ്യം എന്നെ അറിയാൻ കളിച്ചാൽ നീ ആരാണ്, നിൻ്റെ അത്ര ആരാണെന്ന് തിരിച്ചു ചോദിക്കുക. ഒരു സീനിയർ IAS ഓഫീസർ പറഞ്ഞ നമ്മുടെ വേറൊരു IAS ഓഫീസറെ കുറിച്ച് പറയുമ്പോൾ അയാളൊരു സ്വയം കുട്ടിയെ കിട്ടിയ. അപ്പം ബാബു പോൾ പറഞ്ഞു, അവരുടെ കാട്ടിയുടെ വീട്ടിലൊക്കെ പാവപ്പെട്ടവരായിരുന്നു. അവർ വന്ന് ബാബുവായിട്ട് ബന്ധമുണ്ട്. അവർ ബാബുവിനോട് പറഞ്ഞു, ഇങ്ങനെയൊരു കർമ്മം വന്നിട്ടുണ്ട്, അവനെ കെട്ടിക്കാവോ? അപ്പോൾ സ്ത്രീധനം കൊടുക്കാനൊന്നും വഴിയില്ലാത്തവരാണ്. ബാബുവോട് പറഞ്ഞു, അയച്ചു 5-8 കൊല്ലങ്ങനെ അവൻ പിടിച്ചു. അങ്ങനെ കെട്ടി അവർ രണ്ടുപേരും ഇപ്പം നമ്മുടെ സഭയിലുണ്ട്. കാര്യം ഭർത്താവ് ഒന്നും അവിടെയുണ്ട്. അങ്ങനെ പറഞ്ഞ് തീർന്നു. എവിടെ വെച്ചാൽ പറയാൻ അറിയാം, കോവളത്ത് ഒരു ഈവനിങ് പാർട്ടിയിൽ വേൾഡ് ബാങ്കോ ആരാണ്ടൊക്കെ വന്നൊരു മീറ്റിങ്ങിൽ വെച്ചാൽ ഞാനും അവിടെയുണ്ട്. എന്നിട്ട് ഈ ജോസഫിൻ്റെ ജാതിക്കാരനാണ് അയാൾ നിത്യം ബാബു ഇത്രയും പറയുന്നത്. ബാബു ചോദിക്കാൻ ഞങ്ങളൊക്കെ ബ്രാഹ്മിൻസാണ്. ഞാൻ പറഞ്ഞ എൻ്റെ അറിവ് താനും തൻ്റെ കുടുംബക്കാരും ചെട്ടിയന്മാരാണെന്ന്. ഞാൻ പറഞ്ഞ മാവേലിക്കര ഉണ്ടായിരുന്ന ചെട്ടിയന്മാർ എറണാകുളം ജില്ലയിൽ കുടിയേറിപ്പാത്തുണ്ട്. അതിലൊരാളാണ് താനെന്ന ഞാനറിയുന്നത്. ചെട്ടിയാരുടെ മകനവിടക്കാർ സുറിയാനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്തു അവിടെ വെച്ച് തന്നെ ഒരു പടിയും കൂടാതെ. അതുപോലെ എവിടെ പോയാലും ഇങ്ങനെ തന്നെ പറഞ്ഞു പോന്നാൽ ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ചെയ്യേണ്ടത്, ഞാൻ മലയരേനാണ്, അതൊരു ശ്രേഷ്ഠ ഗോത്ര സമൂഹമാണ് എൻ്റേത്. അത് ഞാൻ അഭിമാനിക്കുന്നു. ഞങ്ങളെ ഇങ്ങനെ അപമാനിച്ച് അടിമകളാക്കാൻ നോക്കിയവരൊക്കെ നമ്മളെ ആദിവാസി എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിച്ച് തരണം. നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങളെക്കൊണ്ട് കഷ്ടപ്പെടുത്തിച്ച് ഞങ്ങളുടെ വസ്തുക്കളൊക്കെ തട്ടിയെടുത്ത നിങ്ങൾ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ സൗകര്യവും നമ്മൾ പ്രയോജനപ്പെടുത്തും. അതിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തും. ഇവിടെ അവിടെ ഇവിടെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ പള്ളിയുടെ ഈ മഹായിടവ ഉണ്ടാക്കിയത്, മഹായിടവ ഉണ്ടാകാനോ ഒരാൾക്ക് ബിഷപ്പാകാനോ ഒരു അച്ഛനാകാനോ കുറേ പേർക്ക് ഉദ്യോഗം കിട്ടാനല്ല. മഹായിടവ ഉണ്ടാക്കിയത് അതൊരു രണ്ടാമത്തെ വിമോചന സമരമായിരുന്നു. നമ്മുടെ ആൾക്കാർ അടിമത്തത്തിൽ നിന്ന് മാറി സ്വതന്ത്രമായി നിൽക്കാൻ വേണ്ടി ക്രിസ്തുമതം സ്വീകരിച്ചു. ആ ക്രിസ്തുമതത്തിൽ വീണ്ടും അടിമത്തമായിരുന്നു. അതിൽ നിന്നൊരു മോചനം കിട്ടിയിട്ട് നമ്മുടെ ബിഷപ്പ്, നമ്മുടെ സഭ, നമ്മുടെ സ്കൂൾ, എല്ലാം നമ്മുടെ ആകണമെന്നുള്ളത് വിചാരിച്ചിട്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് ഓടി ഞാൻ ആ ഫോർമേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വന്നത്. എന്തുണ്ടായി ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ കോഴ മേടിക്കുകയല്ലേ, ലക്ഷങ്ങൾ വാങ്ങിയിട്ടില്ലേ. അപ്പോൾ അവർക്ക് ആ സ്ഥാപനത്തോട് ആർക്കെങ്കിലും കൂറുണ്ടാവും. അങ്ങനെ മേടിച്ച് അവിടെ അധ്യാപകരായിട്ടുള്ളത് ഇരുമാപ്പുറം മറ്റേ ഹൈസ്കൂളിൽ അടുത്ത കൊല്ലം മുതൽ കുട്ടികളുണ്ടായാലും സ്കൂളിൽ കൂട്ടിപ്പോകുന്നുള്ളതും എന്തുകൊണ്ട് അവിടുത്തെ ഹെഡ് മാസ്റ്റർ പറഞ്ഞില്ല? ചോദിച്ചു പറയാം, ഞാൻ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇവിടെ ഹെഡ് മാസ്റ്റർ ആക്കിയിരുന്നതെന്ന് പറയുമോ അയാൾ? എങ്ങനെ വന്നത്? ആരുടെ കാലത്ത് തുടങ്ങി? എൻ്റെ കുഞ്ഞ് ഇതൊക്കെ ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഭയിൽ നിന്നും അതിൻ്റെ അടിമത്തത്തിന് നടപടിയിൽ നിന്ന് ഞാൻ വേറിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. സഹിക്കാൻ മേല.
ഇത് ഈ സഭ എവിടെ കൊണ്ടുപോയി എത്തിക്കും? അത് നമ്മളുണ്ടാവില്ല. ലോകം മുഴുവൻ സഭ ക്രിസ്ത്യസഭ വെച്ചിട്ട് ഇംഗ്ലണ്ട് ഒരു കാലത്ത് 100% ക്രിസ്ത്യാനികളല്ലായിരുന്നോ? ഇപ്പം എത്രയുണ്ട് ക്രിസ്ത്യാനി? 47% ന്യൂനപക്ഷം അവിടെ ഇംഗ്ലണ്ടിൽ. അത് തന്നെ ഇവിടെയും സംഭവിക്കും. ഈ ക്രൈസ്റ്റ് ചർച്ച് എന്തുകൊണ്ടോ അതിനകത്ത് ക്രൈസ്റ്റ് ഉണ്ടോ? ചർച്ചുണ്ടോ? എന്താ അവിടെ വെക്കുന്നത്? അതുണ്ടാക്കിയത് തമിഴിനാണ് ക്രൈസ്റ്റ് ചർച്ച് ഉണ്ടാക്കിയത്. അവിടെ ബാക്കിയുള്ളത് സിറിയൻ അല്ലാത്തവനൊക്കെ ചെന്നവനെ എവിടെയാണ് ഇരുത്തിയത്? എന്താ പറഞ്ഞത്? നോക്കൂ, ഞാൻ പോലും ഈ ഉയർന്ന ഉദ്യോഗസ്ഥൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ ഇടപെട്ടിട്ട് വളരെ റിട്ടയർ ചെയ്ത ശേഷം കഷ്ടപ്പെട്ടിട്ടാണ് 300 കോടിയിലധികം രൂപ വിലമതിക്കുന്ന പള്ളി ആ വസ്തു അവരുടെ കയ്യിലിരിക്കുന്നത്. കൂടുതൽ ഇവർ പറയണത് നിങ്ങൾ നമ്മുടെ മാത്യുവിനോട് ചോദിച്ചാൽ മതി, TJ മാത്യുവിനോട് ചോദിച്ചാൽ മതി. അയാൾ റവന്യൂ സെക്രട്ടറി ആയതാണ്. ദൈവത്തിൻ്റെ നടത്തിപ്പ് നോക്കണം. TJ മാത്യുവിൻ്റെ ഒപ്പാണ് ആ ഓർഡറിലുള്ളത്. അതിൻ്റെ ക്യാബിനറ്റ് നോട്ട് പോകുന്ന സമയത്ത് ഞാൻ കൂടെ കണ്ടാണ് പോയത്. ഞാൻ റിട്ടയർ ചെയ്തെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് എത്ര പ്രാവശ്യം കണ്ട് ആരെ കണ്ട് ഞാൻ തയ്യാറാക്കി കൊടുത്ത പെറ്റീഷൻ്റെ കോപ്പിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതിന് പറയുന്നത് സാർ, അതിന് സുപ്രീം കോടതി വിധി വരുമ്പം അതെങ്ങനെയാണ് വിധി സമ്പാദിച്ചെടുക്കുന്നത്? ആ സ്ഥലം നമുക്ക് ഇപ്പോൾ ഈ പള്ളിക്ക് ചർച്ചിന് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന 2 ഏക്കറോളം സ്ഥലമുള്ളത്. 2 ഈ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ 2 ഏക്കർ 30 സെൻറ്റാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ കോടതി വിധി കൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ കോടതി വിധി നമുക്ക് എങ്ങനെയാണ് ഒപ്പിച്ചെടുത്തത്? അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോടതി വിധി കൊണ്ടൊന്നും അല്ല. അത് നമ്മുടെ ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചാണ്. 2 ഏക്കർ 75 സെൻറ്റ് സ്ഥലമുണ്ട്. 3 ഏക്കറിനാണ്. ആ 3 ഏക്കറിൽ 30 സെൻറ്റ് ഇവിടെ ഇരുന്നവരാരും ഉണ്ടാക്കിയ പള്ളിയല്ല. അതുകൊണ്ട് അവർ പിന്നെ ആ ഭരണം സമിതിനെക്കുറിച്ച് യാതൊരു താല്പര്യമില്ല. അവരുണ്ടാക്കിയതല്ല. നമ്മുടെ പള്ളിയൊക്കെ കോൺഗ്രസിലേക്ക് നമ്മുടെ അമ്മമാർ കല്ലും മണ്ണും ചുവന്നുണ്ടാക്കിയ പള്ളിയാണ്. ഇതാരും ഉണ്ടാക്കിയതല്ല. ഒരു തമിഴനുണ്ടാക്കിയ പള്ളിയാണ്. ഒരു തമിഴൻ ഉണ്ടാക്കിയ പള്ളിയാണ്. അതിൻ്റെ വസ്തുക്കളൊക്കെ അന്നിരുന്ന രാജാവ് നീട്ട് കൊടുത്ത് 2 നീട്ടുണ്ട്. 2 നീട്ടുണ്ടാക്കി കൊടുത്തതിനെ പള്ളി നമുക്ക് കാര്യം കൊടുക്കണമെന്നും കൂടി. പക്ഷെ ചെയ്തെന്താ? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മുടെ ആൾക്കാർ നീട്ട് കിട്ടിയ നമ്മുടെ കൈവശം വന്ന ആ ഭൂമി നമ്മുടെ പേരത് പോക്ക് വഴി ചെയ്ത് നമ്മളത് ആക്കിയില്ല. അതാണ് പറ്റുന്നത്. ഇപ്പോൾ ആ 30 സെൻറ്റ് കിടപ്പുണ്ട്. ആ 30 സെൻറ്റിന് എന്ത് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ 30 സെൻറ്റ് വിട്ടുപോയതിന് ഉത്തരവാദി പള്ളിയും പള്ളിയിരിക്കുന്ന അച്ഛന്മാരുമാണ്. ആ പള്ളിയിൽ ആ സ്ഥലം കേസ് വന്ന സമയത്ത് അരുണ ജയറാമാണ് തിരുവനന്തപുരം കളക്ടർ. ഞാൻ റവന്യൂ സെക്രട്ടറിയാണ്. ഈ വിവരം പത്രത്തോടെ അറിയുന്നത്. പത്രത്തോടെ വിവരം അറിഞ്ഞ ഉടനെ ഈ സാഹചര്യ കേസ് ഞാൻ അരുണയെ വിളിച്ചു പറഞ്ഞു, അരുണ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പോകുന്ന പള്ളിയാണ്. അവരുടെ രാജാവ് കൊടുത്ത ഭൂമിയാണ്, അത് ശരിയല്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി, കോർപ്പറേഷൻ, ഗവൺമെൻറ് ഇവരെല്ലാം കൂടിയാണ് അത് അവകാശപ്പെടുന്നത്. അവിടെയാണെന്നുള്ളത് പുറമ്പോക്കാണെന്നുള്ളത് റവന്യൂ റെക്കോർഡിൽ പുറമ്പോക്കെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും? അപ്പോൾ അരുണ പറഞ്ഞു, അന്നത്തെ ഗവൺമെൻറ് വർഗീസ് സീനിയർ ഗവൺമെൻറ് അയാളെ കേസ് അപ്പീൽ കിട്ടുന്നു. അയാളോട് പറയുന്നത് പിന്നെ സത്യാവസ്ഥ അനുസരിച്ച് നമ്മൾ പോകണം, ഈ കേസ് കൊണ്ടുപോകണം, പറയുന്നത് കേട്ടിട്ട് പോകാറുണ്ട് എന്നാണ് കാര്യം മനസ്സിലാക്കാൻ. കൂടുതൽ അരുണ ജോസഫ് സാറിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതെന്ത് ചെയ്തു? അടിപ്പുറത്ത് ഹാജരായില്ല. കേസ് നമുക്ക് ഒരു എക്സ്പാർട്ടി അത് വിളിച്ചു, നമുക്ക് അതിനോട് വിളിച്ചു. 3 കൊല്ലം അതുപോലെ ഇരുന്ന ഹൈക്കോടതി താഴെ മുനിസിപ്പൽ കോടതിയിൽ വിധി വന്നാൽ 3 മാസത്തിനകം നമ്മൾ പെറ്റീഷൻ കൊടുത്ത് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്ത് നമ്മുടെ പേര് പതിച്ചെടുത്ത് കരമടക്കും. അതാണ് നിയമം. അത് ചെയ്യാതെ വെച്ചിരുന്നത് പറയാനായിട്ട് 3 കൊല്ലം കഴിയുമ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഇതൊക്കെ നോക്കുന്ന ഒരു അത് പേരിയാൻ പറഞ്ഞ അയാൾ RSSകാരനാണ്. അതിന് റിവ്യൂ പെറ്റീഷൻ കൊണ്ടു കൊടുത്തു ഹൈക്കോടതി. ഇത് എക്സ്പാർട്ടിയായിട്ട് തീരുമാനിച്ച കാര്യം അത് നടത്തുന്നത്. ഇവരാരും ഇവിടുന്ന് ആരും പോയി കോടതിയിൽ ആയോതൊന്നും ചെയ്തില്ല. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ചെയ്തു. അങ്ങനെ കിടക്കുക. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? ഞാൻ എത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മൂക്കിൽ താഴെ നിർത്തിക്കൊണ്ടാണ് ഇതൊന്നും അറിയാത്തതിനെ പിടിച്ച് ഈ ഈ വസ്തുക്കൾ ഞങ്ങൾക്കതാണെന്ന് പറയാത്തതിന് അവാർഡ് കൊടുത്തു. ഒരു മെഡൽ കൊണ്ടുപോയാണ് കൊടുത്തവന്. അവൻ ശരിയാ, ഞാനല്ല. എന്തിനാ അതിനൊന്നും പോകണം? ഒരു കൊല്ലം മുമ്പോ മറ്റേ നമ്മുടെ ഒരു സഹോദരൻ തിരുവനന്തപുരത്തുള്ളവനാണ്, മിടുക്കനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അവൻ്റെ മകൻ ടെക്നിക്കൽ ക്വാളിഫൈഡ്, ഹൈലി ക്വാളിഫൈഡ്, കോമ്പറ്റീവ് ആണ്, യങ് മാൻ, ഗുഡ് ലുക്കിംഗ് മാൻ, മിടുക്കൻ, കാണാൻ കൊള്ളാൻ അർത്ഥമൊക്കെ. അവന് കല്യാണം ആലോചിച്ചു. മുസ്ലിം പെണ്ണിനെ ആലോചിച്ചു, കല്യാണം അർപ്പിച്ചു. പള്ളിയിൽ 3 പ്രാവശ്യം വിളിച്ചു വേണ്ടി 2-3 ഒരാഴ്ചകൾക്കുള്ള കല്യാണം നടത്താൻ. ആ സമയത്ത് പറഞ്ഞു, ഇവൻ സുരിയനല്ല, കല്യാണം മുടങ്ങട്ടെ.
കല്യാണം മുടങ്ങി 2 കൊല്ലമൊക്കെ ആയുള്ളൂ. നമ്മുടെ തിരുവനന്തപുരം ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന കാര്യം പറയുന്നത്. ഈ ക്രൈസ്റ്റ് ചർച്ചിൽ വന്നിരുന്ന ആൾക്കാർ ഞങ്ങളെ കൊണ്ടൊക്കെ അവർ മുതലെടുത്ത ശേഷം എന്താ ചെയ്തു വെച്ചെന്നറിയാം. നിങ്ങൾക്കറിയാവോ? അവിടെ ഇരുന്ന ഒരു ഓർഗാനിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളുടെ പേര് വലിയ അറിയാവോ? ഇല്ല, അറിയത്തില്ല. ഓർഗനൈസ്റ്റ് ആരാന്ന് അറിയില്ല. ഇവർക്കൊക്കെ അറിയാവുന്നതാണ്. പേര് വത്സൻ, ശ്രീവത്സം. ഓ, മനസ്സിലായി മനസ്സിലായി. റിച്ചി വത്സൻ. റിച്ചി വത്സൻ. റിച്ചി വത്സനാണ്. റിച്ചി വത്സൻ. അയാൾ നമ്മുടെ ക്രിസ്തീയ പാട്ടുകളൊക്കെ എഴുതിയ മോശ വത്സലത്തിൻ്റെ ഗ്രാൻഡ് സണ്ണാണ്. കല്യാണം കഴിച്ചിട്ടില്ല. അയാളുടെ എല്ലാം പള്ളിയായിരുന്നു, എല്ലാം പള്ളി. അയാളാണ് ഓർഗാനിസ്റ്റ്. ഞങ്ങൾ ശ്രീയംസ് ഞങ്ങൾ ആരാധിക്കുന്ന പള്ളിയിൽ ഒരു നാടാർ ഓർഗാനിസ്റ്റാണ്. പാടില്ല, അവിടെ മാറ്റണം. എങ്ങനെ മാറ്റും? എന്ത് ന്യായം പറയും? ഒരുപാട് നോക്കിയിട്ട് പറ്റിയില്ല. അവൻ ക്ഷയരോഗിയാണെന്ന് പറഞ്ഞു. അത് നടന്നില്ല. അവസരം ചെയ്ത് അവൻ പെണ്ണുപിടിയിലാണെന്നും പറഞ്ഞിട്ട് അവിടെ പാവം ഓൾ ഇന്ത്യ റേഡിയോ എഞ്ചിനായിരുന്ന ഒരു മത്തായി സാറുണ്ട്. അദ്ദേഹത്തെ 2 പെണ്ണുകളെ പിടിച്ചിട്ട് അവരിവിടെ കൊയറുള്ളവരാണ്. അന്ന് രാത്രിയിൽ മത്തായി എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞു. സാറേ, ഇത് എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയും. എന്താ ഒരു പരിഹാരം? അപ്പോൾ നമ്മൾ പരിഹാര മാർഗം ഉണ്ടാക്കി പോകാതെ. അത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത ഞായറാഴ്ചയാണ് ജനറൽ ബോഡി പള്ളിയിൽ. ഞാൻ പനി പിടിച്ച് എഴുന്നേക്കാൻ നിർത്തില്ല കിടക്കാം. എങ്കിലും ഞാൻ പോയി എനിക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഒരുത്തൻ AJ ജോസഫ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പള്ളിയിലെ വലിയ പ്രമാണിയാണ്. അയാൾ അക്കൗണ്ടൻറ്റ് ജനറൽ സൂപ്പറാണ്. അയാളെൻ്റെ അടുത്ത് ജോസഫ് സാറ് ഒരു പ്രധാന വിഷയം പറയാനുണ്ട്. എന്താ? അപ്പം ഞങ്ങൾ ഈയിടെ മന്നാങ്കണ്ടത്ത് പോയി. അവിടെ പോയി അവിടുത്തെ ആദിവാസികളെ കൂട്ടി അവർ ഞങ്ങളെ കാര്യമായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾ ഇനിയും അവിടെ പോകും. ഞാൻ പറഞ്ഞു, ജോസഫേ, ഒരു കാര്യമുണ്ട്. അവർ പാവങ്ങളാണ്. നിങ്ങളവിടെ പോയി അവരെ ചതിക്കരുത്. അവരാ കാട്ടിൽ ജീവിച്ചോട്ടെ. ഉറക്കെ ഞാൻ പറയും. അയാൾ പെട്ടെന്ന് ഞാൻ ഓടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് പള്ളിയിലൊക്കെ പറഞ്ഞപ്പം മൂത്ത് വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റു. ജനറൽബോഡിയാണ്. സി തോമസ് സാറെല്ലാം ഡയസിലിരിക്കുക. എല്ലാ അച്ഛന്മാരും എല്ലാവരും വലിയ. ഞാൻ 1ഉം 2ഉം പറയാൻ എനിക്ക് സഹിച്ചില്ല. ഞാൻ പെട്ടെന്ന് നടന്ന് ഓടി ഒന്നും ഈ കാര്യങ്ങളൊക്കെ തുറന്നങ്ങ് പറഞ്ഞു. അവസാനം സഹിക്കാതെ നോക്കുക മയക്കെടുത്ത് ഒറ്റ അടി വെച്ച് കൊണ്ടു 100 കഷ്ണമായിട്ട് പൊട്ടിപ്പോയി. എൻ്റെ കൈ ഓടിക്കും. ഈ വേണ്ട പൊട്ടിപ്പോയി. ഇപ്പോഴും അടുപ്പില്ല. അവിടെ വെച്ച് ഒന്നിനെ ഞാൻ വിട്ടു കൊടുക്കുക. ഈ മനോഭാവം നമ്മളെല്ലാവരും കാണിക്കണം. നമ്മളെ ആര് ചോദ്യം ചെയ്യുന്നോ, ആര് നമ്മളെ താഴ്ത്തി കെട്ടാൻ നിൽക്കുന്നോ, അപ്പം കൊടുക്കണം അടി. ആ ഒരു ഫീലിംഗ് വേണം. ആ ഫീലിംഗ് വരണമെങ്കിൽ ഞാൻ ആദിവാസിയാണ്, ഞാൻ മലയിലാണ് കിടക്കുന്നത്, മലങ്കാരനാണെന്നാണ് നമ്മൾ ശ്രീയങ്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. മലങ്കാരൻ ആരാ വന്നേ? ഒരു മലങ്കാരനാണ്. ഇതാ പറഞ്ഞുകൊണ്ടിരുന്നത്. മലങ്കാരനാണ് അപ്പുറത്തെ ആൾക്കാരൻ. നമുക്ക് നമ്മളൊക്കെ ഒരു ഉയർന്ന സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ്, ഉയർന്ന വർഗത്തിൽപ്പെട്ടവരാണ് നമ്മൾ. ഒരു ശ്രേഷ്ഠ ഗോത്ര ജനതയാണ് നമ്മൾ. അതിൻ്റെ അംഗമാണ് ഞാൻ പറയാം. അതിൽ അഭിമാനിക്കുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറുന്നു. അന്ന് മാത്രമേ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനത്തേക്ക് ഇവിടെയൊക്കെ നടക്കും. വെരി കറക്റ്റ്. ഐ 100% സപ്പോർട്ട് വിത്ത് യു സാർ. സാർ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ഒക്കെ ചെയ്തതിന് മാസിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സാറിന് ദീർഘായുസ്സ് നേർന്നുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ